Hi, in the previous class we talked about wave pulses. Now let's discuss motion of wave pulses of constant shape. ഇത്തരം wave pulsesന്റെ general ആയിട്ടുള്ള behavior നമുക്ക് discuss ചെയ്യാം. Okay. First we suppose that a pulse is moving from left to right. Okay, left to the right like a pulse moving. That's our waveform. And we are looking at it at a time t equal to 0. അതായത് t equal to 0 എന്നുള്ള സമയത്ത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു സ്ട്രിങ്ങിലുള്ള വേവ് ആവാം. റൈറ്റ്, പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഈ സ്ട്രിങ്ങിനെ നോക്കുകയാണ്. റൈറ്റ്, ഓർ യു ആർ ടേക്കിംഗ് എ ഫോട്ടോഗ്രാഫ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ഈ പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ t equal to 0 എന്ന് വിളിക്കുന്നത്. ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ അറ്റ് ദിസ് പെർട്ടിക്കുലർ ടൈം നമ്മൾ കാണുന്ന യു വിൽ ഗെറ്റ് എ വേവ് ഫോം ഓൺ ദ സ്ട്രിങ്. സ്ട്രിങ് ഇതൊരു സ്ട്രിങ് ആണെന്ന് കരുതുക. What we get is a displacement as a function of x. What we will get is a displacement f of x, displacement of the string for example as a function of x. Right, അതായത് ഓരോ പൊസിഷനിലും ഈ സ്ട്രിങ്ങിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയെന്ന് പറഞ്ഞിരുന്ന ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ്. റൈറ്റ്, ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇതിന്റെ സ്നാപ്ഷോട്ട് ഇങ്ങനെയാണ് കാണുന്നതെന്ന് കരുതുക. ഓക്കെ, ഇനി സപ്പോസ് ദിസ് വേവ് ഇസ് മൂവിംഗ് അറ്റ് എ സ്പീഡ് വി, ഈ വേവ് ഫോം വി എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്യണമെന്ന് കരുതുക. റൈറ്റ്, ആൻഡ് ലെറ്റ്സ് ലുക്ക് അറ്റ് ഇറ്റ് അറ്റ് എ ലേറ്റർ ടൈം ടി. ടി എന്ന് പറയുന്ന ഒരു ലേറ്റർ ടൈമിൽ അഗൈൻ വി ആർ ടേക്കിംഗ് എ സ്നാപ്ഷോട്ട്. റൈറ്റ്, and again you will get f of x. Alright, അതായത് വേവിന്റെ ഓരോ പോയിന്റിലും ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് കാണിച്ചു തരുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഞാൻ സൂപ്പർ ഇമ്പോസ് ചെയ്തിരിക്കുകയാണ്. ദിസ് ഇസ് എഫ് ഓഫ് എക്സ്, ലെറ്റ്സ് സേ t equal to 0. Alright, ഇത് t equal to 0 എന്നുള്ള സമയത്താണ്. ദിസ് ഇസ് അറ്റ് എ ലേറ്റർ ടൈം t. Alright, ഇത് രണ്ടും ഒരേ വേവ് ഫോം ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. Alright, so you may have to imagine that these are of exactly the same shape. Okay, ഇത് രണ്ടും എക്സാക്ട്ലി സെയിം ഷേപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ്, ദിസ് ഇസ് ദ സ്നാപ്ഷോട്ട് അറ്റ് t equal to 0. ദിസ് ഇസ് ദ സ്നാപ്ഷോട്ട് അറ്റ് എ ലേറ്റർ ടൈം t. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത് എഫ് ഓഫ് എക്സ്, ദിസ് ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് സം പെർട്ടിക്കുലർ വാല്യൂ ഓഫ് എക്സ്. ഇതിനെ നമുക്ക് x1 എന്ന് വിളിക്കാം. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ത് സംഭവിച്ചു? ദിസ് ഡിസ്പ്ലേസ്മെന്റ് ഹാസ് ട്രാൻസ്ലേറ്റഡ് ടു ദ റൈറ്റ്. ഓക്കെ, ദിസ് ഹാസ് ട്രാൻസ്ലേറ്റഡ് ടു ദ റൈറ്റ്, ലെറ്റ്സ് സേ ടു എ പോയിന്റ് x2. റൈറ്റ്, അതായത് ആദ്യം x1 എന്ന പോയിന്റിൽ ഉണ്ടായിരുന്ന ഡിസ്റ്റർബൻസ് റൈറ്റ് അതേ രീതിയിൽ x2 എന്നുള്ള ഒരു പോയിന്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്, ശ്രദ്ധിക്കുക, ഇത് ഒറ്റ വേവ് ഫോം അല്ല, ഇത് രണ്ട് വേവ് ഫോം ഒരുമിച്ച് വരച്ചിരിക്കുകയാണ്. ദിസ് ഇസ് അറ്റ് t equal to 0, സ്നാപ്ഷോട്ട് അറ്റ് t equal to 0. ദിസ് ഇസ് ദ സ്നാപ്ഷോട്ട് അറ്റ് ലേറ്റർ ടൈം t. റൈറ്റ്, അതായത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഡിസ്റ്റർബൻസ് അങ്ങനെ തന്നെ റൈറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. റൈറ്റ്, അപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? ഇറ്റ് ഹാസ് ട്രാവൽഡ് എ ഡിസ്റ്റൻസ് vt. കാരണം ഇനീഷ്യലി t equal to 0 എന്നുള്ള സമയത്താണ്. ഇറ്റ് ഹാസ് എ സ്പീഡ് v, എ കോൺസ്റ്റന്റ് സ്പീഡ് v, ലെറ്റ്സ് സേ. റൈറ്റ്, സോ ഇൻ ടൈം t ദിസ് ഡിസ്പ്ലേസ്മെന്റ് റൈറ്റ് ഇറ്റ് വിൽ ഹാവ് ട്രാവൽഡ് എ ഡിസ്റ്റൻസ് vt. അപ്പോൾ നമുക്ക് എഴുതാം x2 is equal to x1 plus vt. റൈറ്റ്, നമുക്ക് വേണ്ടത് ഈ പൾസിന്റെ ഇക്വേഷൻ ആണ് അറ്റ് ദ ന്യൂ വാല്യൂ t. റൈറ്റ്, വി ഹാവ് ഗോട്ട് ദ ഇക്വേഷൻ ഫോർ ദ പൾസ് അറ്റ് t equal to 0. അതിങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, എഫ് ഓഫ് എക്സ് കൊമ 0. റൈറ്റ്, അതായത് ഡിസ്പ്ലേസ്മെന്റ്സ് അറ്റ് t equal to 0. These are given by the function f of x. Right, so we get a displacement for each value of x. Okay, ഇനി ചോദ്യം ഇതാണ്, if this is known, right, ഇത് നമുക്ക് അറിയാമെങ്കിൽ then what is the function y of x comma t? Right, what's the function y of x comma t? അപ്പോൾ അത് മനസ്സിലാണെങ്കിൽ ചിത്രം നോക്കിയാൽ മതി. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്ന ഇതാണ് y of x comma 0. Right, so that gives you the disturbance as a function of x. Okay, അതായത് you can think of this as the snapshot of the waveform at t equal to 0, ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള ഫോട്ടോഗ്രാഫ്. റൈറ്റ്, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു ഫോട്ടോഗ്രാഫ് എടുക്കുകയാണ് at a later time t. At a later time t, taking another photograph. Right, നമ്മൾ ഈ ഫോട്ടോഗ്രാഫ്സ് നോക്കുകയാണെങ്കിൽ they look exactly the same shape, they are exactly of the same shape. Okay, ആകെ ഒരു ഡിഫറൻസ്, they are shifted along the x axis. But they are the same form, they are the same shape, they have been shifted along the x axis. റൈറ്റ്, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഈ ഡിസ്റ്റൻസ് എത്രയാണ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ x1 എന്നുള്ള പോയിന്റും x2 എന്നുള്ള പോയിന്റും എടുക്കുകയാണെങ്കിൽ റൈറ്റ്, ഇത് ഒരേ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷനിലുള്ള പോയിന്റ്സ് ആണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് vt ആണ്. റൈറ്റ്, ഇത് നമ്മൾ കണ്ടു. കാരണം ഈ ഡിസ്റ്റർബൻസിലെ ഓരോ പോയിന്റും റൈറ്റ്, ഈ വേവിലുള്ള അല്ലെങ്കിൽ ഓരോ ഡിസ്റ്റർബൻസും v എന്നുള്ള സ്പീഡിലാണ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് സ്പീഡിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ രണ്ട് പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസും vt തന്നെയായിരിക്കും.
റൈറ്റ്? അല്ലെങ്കിൽ ഇങ്ങനെ 2 പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസും വി ടി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒബ്സർവേഷനിൽ നമുക്ക് ഈ പുതിയ ഫംഗ്ഷൻ മനസ്സിലാക്കാം അറ്റ് ലേറ്റർ ടൈം ടി. ഹൗ ഡു വി ഡു ദിസ്? റൈറ്റ്, നമ്മൾ ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ, റൈറ്റ്, ഈ രണ്ട് ഫംഗ്ഷനും നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അത് തമ്മിൽ ഷേപ്പ് ഒക്കെ എക്സാക്ട്ലി സെയിം ആണ്, എക്സ് ആക്സിസിലുള്ള അതിന്റെ പൊസിഷൻ മാത്രമാണ് ഡിഫറെന്റ്. റൈറ്റ്, അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നോക്കാം. ഫോർ സിംപ്ലിസിറ്റി ലെറ്റ്സ് ടേക്ക് എ വേവ് ലൈക്ക് ദിസ്. റൈറ്റ്, ദിസ് ഇസ് ദ ഒറിജിൻ, ഇനീഷ്യൽ ഒറിജിൻ. ഈ പോയിന്റ് ആണ് എക്സ് ഈക്വൽ ടു 0. റൈറ്റ്, നമുക്ക് ഇങ്ങനെ ഒരു വേവ് പൾസ് നോക്കാം. ബാക്കി എല്ലായിടത്തും 0. റൈറ്റ്, ഈ ഒരു പോയിന്റിൽ മാത്രം ഇങ്ങനെയുണ്ട്, ബാക്കി എല്ലായിടത്തും 0. Okay, this is x equal to 0. Let's say that this is the snapshot at time t equal to 0. Right, now we are looking at the snapshot at a later time. Right, later time il pulse korchu valatthekku move cheyidittundu, right side like move cheyidittundu. So at a later time, slightly later time, let's say at a time t, the pulse has reached here. So this is at a time t. Okay, appo ee functional form namakkariyam, this gives you a disturbance as a function of x. Idu f of x aanu. Right, അതായത് ഉദാഹരണത്തിന് എഫ് ഓഫ് 0 കുഡ് ബി 0, എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്, എക്സ് ഈക്വൽ ടു 0 0 ആണ്, എക്സെട്ര. Right, at this point it gets the maximum value, it comes to 0 at a later at another point, right, and then it's 0 everywhere else. അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണിത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സെക്കൻഡ് ഫംഗ്ഷൻ എക്സാക്ട്ലി സെയിം ഷേപ്പ് ആണ്, ഇത് കുറച്ച് ഷിഫ്റ്റഡ് ആണ്, എക്സ് ആക്സിസിൽ അതിന്റെ പൊസിഷൻ മാത്രമാണ് ഡിഫറെന്റ്. അപ്പോൾ നമുക്ക് സെയിം ഫംഗ്ഷൻ ഉപയോഗിക്കാം. എന്ത് ചെയ്താൽ മതി? ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിൻ കുറച്ച് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. റൈറ്റ്, ഇത് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് ആണ്. റൈറ്റ്, ഇതിനെ ഞാൻ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാണ്. ഐ എം ടേക്കിംഗ് എ ന്യൂ കോർഡിനേറ്റ് ആക്സിസ്. റൈറ്റ്, ഇതിനെ ഞാൻ എക്സ് പ്രൈം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതായത് എക്സ് പ്രൈമിന്റെ ഒറിജിൻ ഞാൻ ഈ പോയിന്റിലാണ് എടുക്കുന്നത്, എക്സ് ഈക്വൽ ടു വി ടി. റൈറ്റ്, ഈ ഡിസ്റ്റൻസ് വി ടി ആണ് നമ്മൾ പറഞ്ഞത്, കാരണം ഈ പോയിന്റും ഈ പോയിന്റും നമ്മൾ നോക്കുകയാണെങ്കിൽ, റൈറ്റ്, ഈ പോയിന്റും നോക്കുകയാണെങ്കിൽ സെയിം സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ ഉള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ്, ടി എന്നുള്ള സമയത്തുള്ള ഡിസ്റ്റൻസ് വി ടി ആയിരിക്കും. റൈറ്റ്, സോ ദിസ് ഡിസ്റ്റൻസ് ഇസ് വി ടി. അതായത് പുതിയ ഒറിജിൻ ഞാൻ എടുക്കുന്നത് എക്സ് ഈക്വൽ ടു വി ടിയിലാണ്. അതായത് എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയിന്റ് എക്സ് ഈക്വൽ ടു വി ടി. വേറൊന്നും ചെയ്തിട്ടില്ല, കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിൻ കുറച്ച് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എത്ര ഷിഫ്റ്റ് ചെയ്തു? ബൈ എൻ എമൗണ്ട് വി ടി. റൈറ്റ്, അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഇവിടെയുള്ള ഒറിജിൻ, ഈ ഒറിജിൻ എന്ന് പറയുന്നതിനെ ഈ പോയിന്റിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. റൈറ്റ്, എന്നിട്ട് ഈ പോയിന്റിന് എന്തെടുത്തു? പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ 0 ആയിട്ട് എടുത്തു. Okay, I hope this is clear. Right, അപ്പോൾ ഇത് പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ 0 ആയിട്ട് എക്സ് പ്രൈം ഈക്വൽ ടു 0 എടുത്തു. അപ്പോൾ വേവ് ഫോം എങ്ങനെയാണ്? ഇറ്റ്സ് ലൈക്ക് ദിസ്. റൈറ്റ്, ഇറ്റ്സ് എക്സാക്ട്ലി ഓഫ് ദിസ് ഫോം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് രണ്ടും ഐഡന്റിക്കൽ ആണ്. റൈറ്റ്, അപ്പോൾ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്. ഓരോ എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയുള്ള ഡിസ്റ്റർബൻസിന്റെ ഷേപ്പ് ഇതാണ്. റൈറ്റ്, ഇതും എക്സാക്ട്ലി സെയിം ആണ്. ഓരോ എക്സ് പ്രൈം വാല്യൂവിന് കറസ്പോണ്ടിങ് ആയുള്ള ഡിസ്റ്റർബൻസ് സെയിം ഷേപ്പ് ആണ്. ഇത് രണ്ടും എക്സാക്ട്ലി സെയിം ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ദിസ് ഫംഗ്ഷൻ ഹാസ് ടു ബി നൗ എഫ് ഓഫ് എക്സ് പ്രൈം. ദിസ് ഹാസ് ടു ബി എഫ് ഓഫ് എക്സ് പ്രൈം. ഓക്കെ, പക്ഷേ എക്സ് പ്രൈമും എക്സും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, അല്ലെ? വി ഷിഫ്റ്റഡ് ഇറ്റ് ബൈ എൻ എമൗണ്ട് വി ടി. എന്നുള്ള എമൗണ്ട് ആണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തത്. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ് പ്രൈം ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇറ്റ് കറസ്പോണ്ട്സ് ടു എക്സ് ഈക്വൽ ടു വി ടി. Or in other words, we can say that x prime is equal to x minus vt. x prime is equal to x minus vt. വേറെ ഇത് പറയുകയാണെങ്കിൽ f of x prime നമുക്ക് എങ്ങനെ എഴുതാം? f of x prime is nothing but f of x minus vt. Okay, ഇനി f of x prime എന്തായിരുന്നു? This was the wave form, right, as a function of position at time t. So this was simply y of x comma t. Right, അതായത് y of x, 0 f of x ആണെങ്കിൽ y of x, t എന്ന് പറയുന്നത് f of x minus vt ആയിരിക്കും. Right, so this is y of x, t is equal to f of x minus vt. അതായത് ഏതെങ്കിലും ഒരു സമയത്തുള്ള വേവ് ഫോം പൊസിഷൻ ഡിപ്പെൻഡൻസ്, ഈ ഡിസ്റ്റർബൻസസിന്റെ പൊസിഷൻ ഡിപ്പെൻഡൻസ് അറിയുകയാണെങ്കിൽ we can find the waveform at any other time, right, or the shape of the disturbance at any other time. Okay, അപ്പോൾ ഇവിടെ ചെയ്ത് ഇത്ര മാത്രമാണ്. റൈറ്റ്, ഇത് ടി ഈക്വൽ ടു 0 എന്നുള്ള സമയത്തുള്ള പൊസിഷൻ ഡിപ്പെൻഡൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെയുള്ളത് അറ്റ് ലേറ്റർ ടൈം ടിയിലുള്ള പൊസിഷൻ ഡിപ്പെൻഡൻസ് ആണ്. റൈറ്റ്, അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എക്സാക്ട്ലി സെയിം ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തു. വി ഡിഫൈൻഡ് എ ന്യൂ കോർഡിനേറ്റ് സിസ്റ്റം വിത്ത് എക്സ് പ്രൈം ഈക്വൽ ടു 0 അറ്റ് ദിസ് പോയിന്റ്. ഈ പോയിന്റിന് എക്സ് പ്രൈം ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് ആയിട്ട് ചൂസ് ചെയ്തു. റൈറ്റ്, അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വി ടി എന്നുള്ളതാണ്. ഓക്കെ, അതായത് എക്സ് 0 ആയിരിക്കുന്ന സമയത്ത്, റൈറ്റ്, എക്സ് 0 ആയിരിക്കുന്ന സമയത്ത് എക്സ് പ്രൈം ഇസ് മൈനസ് വി ടി. റൈറ്റ്, എക്സ് എന്ന് പറയുന്നത് വി ടി ആയിരിക്കുന്ന സമയത്ത്
when x equal to vt, distance x equal to vt, x prime is 0. Right, x prime is equal to 0, new coordinate system. This corresponds to x equal to vt. Right, so we can say that the transformation, the transformation is x prime is equal to x minus vt. Right, അപ്പോൾ ഈ ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ then we see that ഇങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും എക്സാക്ട്ലി സെയിം ഫോമിലാണുള്ളത്. ഒറിജിനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ്, ഒറിജിനിൽ നിന്നുള്ള മാറ്റമാണ് നമ്മൾക്ക്. അതായത് ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിസിലൂടെ നമ്മൾ റൈറ്റിലേക്ക് പോവാണ്. റൈറ്റിലേക്ക് പോകുമ്പോൾ ഈ ഷിഫ്റ്റ്സ് വേവ് ഫോം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഡിസ്റ്റർബൻസസ് എങ്ങനെയാണ് വേരി ആവുന്നത് എന്നാണ് നോക്കുന്നത്. അത് രണ്ടും എക്സാക്ട്ലി സെയിം ആണ്. ഇവിടെ എക്സ് ഈക്വൽ ടു 0 നിന്ന് പോകുമ്പോൾ ചേഞ്ച് ചെയ്യുന്ന രീതി അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ എക്സ് പ്രൈം ഈക്വൽ ടു 0 നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ചേഞ്ച് ചെയ്യുന്നത്. റൈറ്റ്, അതുകൊണ്ട് ഇവിടെയുള്ള ഫംഗ്ഷൻ ഈ ഫംഗ്ഷൻ തന്നെ ആയിരിക്കണം ഇവിടെയുള്ളത്. ഇതിനെ നമുക്ക് എഫ് ഓഫ് എക്സ് പ്രൈം എന്ന് വിളിക്കാം. Right, we have just made a coordinate shift. Right, so we can write x prime equal to x minus vt ആണെന്നുള്ള കാര്യം കൂടെ പരിഗണിക്കുകയാണെങ്കിൽ we can write y of x comma t is equal to f of x minus vt. Alright, അപ്പോൾ ഇതേ റിസൾട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിരുന്നു. Alright, so now we are discussing it in a slightly different manner, that's all. Alright, the results are exactly the same. ഇതേ ആർഗ്യുമെന്റ് ഉപയോഗിച്ച് we can describe the traveling wave from right to left. ലെഫ്റ്റിലേക്ക് പോകുന്ന ട്രാവലിംഗ് വേവിന്റെ ഫംഗ്ഷണൽ ഡിപെൻഡൻസ് എക്സിലും ടിയിലുള്ള ഡിപെൻഡൻസ് ഈ രീതിയിലായിരിക്കും g of x plus vt. ആർഗ്യുമെന്റ്സ് ആർ എക്സാക്ട്ലി ദ സെയിം. റൈറ്റ്, ഇത് നമ്മൾ മുൻപ് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. the exact form of the functions f and g is immaterial. It doesn't matter what function it is, sine, exponential or some other exotic function, doesn't matter. Okay. All that matters is that y should be expressible as a function of x plus or minus vt. Alright, y of x comma t എന്നുള്ളതിനെ some function, right, it could be f, g, h, sine, exponential, anything. Right, a functional dependence, excellent യിലുള്ള functional dependence ഈ ഒരു particular കോമ്പിനേഷനിലാണ് വരുന്നതെങ്കിൽ, right, അങ്ങനെയാണെങ്കിൽ we say that we are describing a waveform. Right, we have already discussed this in the first class, so I won't elaborate too much on it. Let's go into an example. Alright, അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ we could define a certain shape of pulse moving from left to right by the equation y of x comma t is equal to b cube divided by b square plus x minus vt whole square. Okay, ഇവിടെ b എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. Okay, അപ്പോൾ y of x comma t യിൽ എക്സിലും ടിയിലുള്ള ഫംഗ്ഷണൽ ഡിപെൻഡൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ it comes in the form x minus vt whole square. Right, this means that this is a wave. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. This is a wave traveling towards the right. Okay, ഇനി വേവ് ഇന്റെ ഷേപ്പ് കിട്ടണമെങ്കിൽ, റൈറ്റ്, ഇതിന്റെ ഷേപ്പ് കിട്ടണമെങ്കിൽ at t equal to 0 ഇത് പ്ലോട്ട് ചെയ്ത് നോക്കുക. Right, at t equal to 0 we get f of x. Right, just plot that using any program, Mathematica, or by constructing a table in any which way you like. Right, ഇത് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. Right, അതായത് x 0 ആണെങ്കിൽ ഇത് മാക്സിമം ആണെന്ന് കാണാൻ കഴിയും. Right, at x equal to 0 നമ്മൾ t equal to 0 എന്നുള്ള t equal to 0 എന്ന് ഫിക്സ് ചെയ്തു. അപ്പോൾ x equal to 0 ഇടുകയാണെങ്കിൽ you see that it's maximum. Right, അത് ഇവിടെ കാണാൻ കഴിയും. You just put x equal to 0 in here. Right, t equal to 0 നമ്മൾ ആദ്യമായി ഇട്ടു. Right, so let's write f of x equal to b cube divided by b square plus x square. Right, കാരണം നമ്മൾ t equal to 0 എന്നുള്ള പോയിന്റിലുള്ള ഫോം ആണ് നോക്കുന്നത്. Right, അപ്പോൾ f of 0 x equal to 0 ഇടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് b cube divided by b square plus 0 that's equal to b. അതായത് f of 0 എന്ന് പറയുന്നത് b ആണ്. f of 0 is b. Right, അതാണ് ഈ b എന്നുള്ള പോയിന്റ്. Right, so ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് this is actually b. Okay, ഇനി x പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആകുകയാണെങ്കിലും, റൈറ്റ്, ഈ x സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് അല്ലേ. x പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും x സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. റൈറ്റ്, അപ്പോൾ x സ്ക്വയറിന്റെ മിനിമം വാല്യൂ ഇവിടെ വരുന്നത് 0 ആണ്. ദ മിനിമം വാല്യൂ ഫോർ x സ്ക്വയർ ഇസ് 0. ഇത് ഡിനോമിനേറ്ററിലാണുള്ളത്. അപ്പോൾ x സ്ക്വയറിന്റെ മിനിമം വാല്യൂ 0, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കിട്ടുക. സോ വി സീ ദാറ്റ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇസ് ആക്ച്വലി b. ഇനി x നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ഡിക്രീസ് സ്ലോലി, റൈറ്റ്, ആൻഡ് it will decrease slowly like that. Right, ഇനി x ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ, റൈറ്റ്, -1 -2 എന്നുള്ള വാല്യൂസ് ആണ് എടുക്കുന്നതെങ്കിൽ then it will decrease in this direction also because x square is still positive. Right, അപ്പോൾ ഇതിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് b ആണ്. The amplitude is actually b. ഈ ഒരു വേവ് ഫോമിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. We are just analyzing this wave form. Okay, അപ്പോൾ ഇത് t equal to 0 എന്നുള്ള പോയിന്റിലുള്ള ഫംഗ്ഷൻ ആണ്, റൈറ്റ്, അല്ലെങ്കിൽ വേവ് ഫോം ആണ്, പൾസ് ആണ്. At a later time t നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് x minus vt എന്നാണുള്ളത്. So it's moving towards the right. Right, so at a later time t നമ്മൾ കാണുന്നത്
ഈ വേവ് ഫോം കുറച്ച് റൈറ്റിലേക്ക് ഷിഫ്റ്റഡ് ആയിരിക്കുന്നതാണ്. റൈറ്റ്? അപ്പോൾ ഒരേ വൈബ്രേഷൻ സ്റ്റേറ്റുള്ള പോയിന്റ്സുകളുടെ ഡിസ്റ്റൻസ് വി ടി എന്നായിരിക്കും. റൈറ്റ്? നമ്മളിപ്പോൾ ഈ പോയിന്റും ഇതേ ഹൈറ്റുള്ള വേറെ പോയിന്റും എടുക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ഡിസ്റ്റൻസ് വി ടി എന്നുള്ളതായിരിക്കും. Right, so this wave has shifted towards the right. ഇത് രണ്ട് സ്നാപ്ഷോട്ട്സ് ആണ്. One is at t equal to 0, the other one is at a slightly later time. So clearly the disturbance is moving towards the right. Okay. നമ്മൾ പറഞ്ഞ പോലെ the peak of the pulse would be of height b. Right, ഈ ഫംഗ്ഷൻ ജസ്റ്റ് പ്ലോട്ട് ചെയ്ത് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തു. Right, and this peak would pass through the point x equal to 0 at t equal to 0. Right, നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കിയതാണ്. അതുപോലെ we can see that the pulse would fall to half maximum height at points x equal to vt plus or minus b. Right? കാരണം നമ്മുടെ ഫംഗ്ഷൻ ഇതായിരുന്നു y of x, t is equal to b cube divided by b square plus x minus vt square. Right? ഇനി ഇവിടെ x equal to vt plus b ആണെന്ന് എഴുതി. If x equal to vt plus b. Right? അങ്ങനെയാണെങ്കിൽ vt minus vt cancel ചെയ്യും. ബാക്കിയുള്ളത് ഇവിടെ b square ആവും. Right? So this will become, so at x equal to vt plus b, this means that y of x comma t is equal to b cube divided by b square plus, sorry, നമുക്ക് ഇവിടെ x equal to vt plus b എന്ന് എഴുതാം. Alright, so this vt and this vt will cancel. നമുക്ക് ഇവിടെ b square ആണുള്ളത്, so this becomes b square by b square, which is 2b square. Alright, so this is b divided by 2. b divided by 2. b maximum height ആണ് നമ്മൾ കണ്ടു. b എന്നുള്ളത് maximum height ആണെന്ന് കണ്ടു. x equal to plus or minus, sorry, x equal to vt plus or minus b എന്നുള്ള പോയിന്റിൽ ഇതിന്റെ ഹൈറ്റ്, ഓക്കെ, ഹാഫ് ദ മാക്സിമം ആയിരിക്കും. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് മാക്സിമത്തിന്റെ പകുതിയായിരിക്കും. രണ്ട് സൈഡിലേക്ക് ഒരുപോലെയാണ്. ദിസ് ഇസ് ട്രൂ ഫോർ ഓൾസോ vt മൈനസ് b. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കിത് പ്ലോട്ട് ചെയ്യാൻ കഴിയും. ഈ രീതിയിൽ ഏത് തരത്തിലുള്ള പൾസ് ഷേപ്സും നമുക്ക് എഴുതാൻ കഴിയും. ആൻഡ് ദെൻ വി ക്യാൻ അനലൈസ് ഇറ്റ്. റൈറ്റ്, പക്ഷേ ഈ പൾസസ് എല്ലാം നമ്മൾ ഏത് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസ് എഴുതിയാലും ദേ ഓൾ ട്രാവൽ ഇൻ ദ സെയിം വേ, preserving their shape and moving at the same speed v, if they are correctly described by one or the other of equations 1 and 2. Right? അതായത് f of x minus vt അല്ലെങ്കിൽ g of x plus vt, ഇതിൽ ഏതെങ്കിലും ഒരു ഫോം കൊണ്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ these are waves traveling either towards the left or towards the right, preserving their shape and moving at the same speed. Okay, ഇനി ഒരു കാര്യമുള്ളത്, ഈ വേവ് മോഷൻ എന്ന് പറയുന്നത്, the motion of the wave profile along the direction of propagation, ഇവിടെ x direction ആണ് direction of propagation. Okay, ഇത് സംഭവിക്കുന്നത്, this is a consequence of particle displacements that are purely along a transverse direction. Okay, അതായത് നമ്മൾ മീഡിയത്തിലുള്ള ഓരോ പോയിന്റ് എടുക്കുകയാണെങ്കിലും പാർട്ടിക്കിൾസിന് ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ, പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നില്ല. റൈറ്റ്, പക്ഷേ ഈ വേവ് ഫോം ഈ പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ്സ് ഈ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള, ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ വേവ് മോഷന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഓക്കെ, വേവ് മോഷന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള പാർട്ടിക്കിൾ മോഷൻസ് കാരണമാണ് ഈ ഡിസ്റ്റർബൻസ് റൈറ്റിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. ദർ ഇസ് നോ പാർട്ടിക്കിൾ മോഷൻ, ഓൺലി ദ ഡിസ്റ്റർബൻസ് ട്രാവൽസ്. റൈറ്റ്, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ നോക്കിയ ചിത്രത്തിൽ ഈ പൾസ് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ദിസ് പൾസ് ഇസ് മൂവിങ് ടുവേർഡ്സ് ദ റൈറ്റ്. റൈറ്റ്, അപ്പോൾ ഇത് t ഈക്വൽ ടു 0-ലുള്ള വേവ് ഫോം ആണ് ഇവിടെ നമ്മൾ എഴുതിയത്. f of x ആണ്. ഇത് അറ്റ് എ സ്ലൈറ്റ്ലി ലേറ്റർ ടൈം. റൈറ്റ്, അല്ലെങ്കിൽ ഇത് t എന്നുള്ള ടൈമിലാണെങ്കിൽ t പ്ലസ് ഡെൽറ്റ ടി. റൈറ്റ്, അല്ലെങ്കിൽ ഇത് t ഈക്വൽ ടു 0 ആൻഡ് ദിസ് ഇസ് അറ്റ് ടൈം സ്ലൈറ്റ്ലി ലേറ്റർ ടൈം t. റൈറ്റ്, അപ്പോൾ സ്ലൈറ്റ്ലി ലേറ്റർ ടൈം നമുക്കറിയാം ദ വേവ് ഹാസ് ട്രാവൽഡ് എ ലിറ്റിൽ ബിറ്റ് ടുവേർഡ്സ് ദ റൈറ്റ്, റൈറ്റ്, ബൈ എ ഡിസ്റ്റൻസ് vt. ഇനി നമ്മൾ ഈ ട്രാൻസ്വേഴ്സ് മോഷൻസ് നോക്കുകയാണെങ്കിൽ ഈ പീക്കിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ, റൈറ്റ്, പീക്കിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ പാർട്ടിക്കിൾസ് എല്ലാം മൈനസ് y ഡയറക്ഷനിലാണ് മൂവ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്, അതായത് ദ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എവറി പോയിന്റ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ പീക്ക്, പീക്കിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിക്രീസിങ്. റൈറ്റ്, അതേസമയം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലോ ദിസ് ഇസ് അറ്റ് t ഈക്വൽ ടു 0. റൈറ്റ്, അറ്റ് സ്ലൈറ്റ്ലി ലേറ്റർ ടൈം നമുക്ക് ഇങ്ങനെ ഒരു വേവ് ഫോം ആണുള്ളത്. റൈറ്റ്, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്സ് ആർ ഇൻക്രീസിങ് ഓർ ദ ഡിസ്പ്ലേസ്മെന്റ്സ് ആർ ഇൻ ദ പോസിറ്റീവ് y ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള മൂവ്മെന്റ് കാരണമാണ് ഡിസ്റ്റർബൻസ് ആക്ച്വലി റൈറ്റിലേക്ക് മൂവ് ചെയ്തു പോകുന്നത്. റൈറ്റ്, ദർ ഇസ് നോ പാർട്ടിക്കിൾ മോഷൻ ടുവേർഡ്സ് ലെഫ്റ്റ് ഓർ റൈറ്റ്, പാർട്ടിക്കിൾസ് ജസ്റ്റ് മൂവ് അപ്പ് ആൻഡ് ഡൗൺ. റൈറ്റ്, ബട്ട് ദ ഡിസ്റ്റർബൻസ് ട്രാവൽസ് ടുവേർഡ്സ് ദ റൈറ്റ്. അതിൽ തന്നെ ഈ പ്രൊഫൈലിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിന്റെ ലെഫ്റ്റിലേക്കുള്ള പാർട്ടിക്കിൾസ് താഴേക്കും, റൈറ്റ്, റൈറ്റിലേക്കുള്ള പാർട്ടിക്കിൾസ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഡിസ്റ്റർബൻസ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ,
So it is an automatic consequence of these motions, these transverse motions, that the peak displacement occurs at larger and larger values of x as time goes on. Right? അതായത് larger and larger values of x ലാണ് peak displacement സംഭവിക്കുന്നത്. In other words, the pulse, the waveform is moving towards right with the speed v. Right? ഇതിന്റെ കാരണം ഈ പാർട്ടിക്കിൾസിന്റെ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ആണ്. അതായത് പീക്കിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള പാർട്ടിക്കിൾസ് താഴേക്കും പീക്കിന്റെ റൈറ്റ് സൈഡിലേക്കുള്ള പാർട്ടിക്കിൾസ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നതിന്റെ കോൺസിക്വൻസ് ആയിട്ടാണ് ഈ വേവ് ഫോം അല്ലെങ്കിൽ ഈ പീക്ക് എന്ന് പറയുന്നത് റൈറ്റിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആവുന്നത്. ഓക്കെ, ഈ പാർട്ടിക്കിൾ മൂവ്മെന്റ്സ് ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലാണ് നമ്മൾ പറഞ്ഞു, വൈ ഡയറക്ഷനിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ട്രാൻസ്വേഴ്സ് വെലോസിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, so the transverse velocity of any particle of the medium is the rate of change of y with t at some given value of x. Right? നമ്മളൊരു particular value of x ൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ right, transverse velocity ആണ് transverse displacement, the rate of change of transverse displacement. Okay, അതുകൊണ്ട് vy എന്നുള്ളതിനെ നമുക്ക് partial derivative of y with respect to t എന്ന് എഴുതാം. Alright, അതായത് നമ്മളൊരു കോൺസ്റ്റന്റ് പോയിന്റിലാണ് നോക്കുന്നത്, ഒരു കോൺസ്റ്റന്റ് എക്സിലാണ് നോക്കുന്നത്, ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണ് നോക്കുന്നത്. സോ വി ആർ ടേക്കിംഗ് ഓൺലി ദ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതുകൊണ്ടാണ് ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് എഴുതിയിരിക്കുന്നത്. റൈറ്റ്, ജനറലി വി നോ ദാറ്റ് ദീസ് ഡിസ്പ്ലേസ്മെന്റ്സ് ആർ ഫങ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് ടി. വി ആർ ലുക്കിംഗ് അറ്റ് എ ഫിക്സ്ഡ് വാല്യൂ ഓഫ് എക്സ്. റൈറ്റ്, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇവിടെയുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നുള്ളതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു ടി പറഞ്ഞു തരുന്നത്. റൈറ്റ്, so we use the partial derivative notation because y is a function of both x and t, right, and we are holding x fixed. Okay, നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത വേവ് ഫോമിന്റെ കേസിലുള്ള ട്രാൻസ്വേഴ്സ് വെലോസിറ്റി, പാർട്ടിക്കിൾസിന്റെ ട്രാൻസ്വേഴ്സ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. റൈറ്റ്, സോ y of x, t, നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ ഇതായിരുന്നു. y of x, t is equal to b cube divided by b square plus x minus vt whole square. Right, അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ലെറ്റ്സ് ഫൈൻഡ് ഡോ y by dou t. Okay, this is equal to, ആദ്യം നമുക്ക് ഈ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. Right, we'll first find the derivative of this inverse function. അപ്പോൾ 1 by x ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ ഡെറിവേറ്റീവ് minus 1 by x square എന്നാണ്. Okay, so this is equal to minus b cube divided by b square plus x minus vt square whole square. Right, minus 1 by x square. Right, ഇനി ഇതിന്റെ ഉള്ളിലുള്ള അതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. Right, we have to multiply this by the derivative of whatever is inside. Right, inverse function ന്റെ മാത്രം ഡെറിവേറ്റീവ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. Right, now let's find the derivative of this part. Okay, so multiplied by, ഇതിന്റെ ഡെറിവേറ്റീവ് നോക്കുകയാണെങ്കിൽ b കോൺസ്റ്റന്റ് ആണ്, x minus vt whole square ഉണ്ട്, സ്ക്വയർ ഫംഗ്ഷൻ ഉണ്ട്. Right, സ്ക്വയർ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് നമുക്കറിയാം, it's 2x minus vt whole raised to 1, അതായത് nx raised to n minus 1. Right, ഇനി ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ vt എന്നുള്ള ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. Right, so we have got another function of time inside. അപ്പോൾ ഇതുകൊണ്ടും കൂടെ ഇതിന്റെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ you'll get multiplied by minus v. Okay, അപ്പോൾ ഇതാണ് dou y by dou t. Right, so we can cancel this minus sign. Right, so the final result is vy of x, t is equal to 2b cube, ഈ 2 നമുക്ക് ഇവിടെ എഴുതാം. Right, 2b cube x minus vt multiplied by v. Right, അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് എഴുതി. Right, ആ റിസൾട്ട് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. It's 2b cube x minus vt multiplied by v divided by b square plus x minus vt square whole square. Right, denominator ന്റെ whole square. Right, so this is the transverse velocity. Okay, all right. Now this defines the transverse velocity at any point at any time. This is the transverse velocity as a function of x and t. All right, അതായത് ഓരോ പോയിന്റിനും നമ്മൾ വേവ് മോഷൻ അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേവ് മോഷന്റെ ഓരോ പോയിന്റിലും ഓരോ സമയത്തുള്ള ട്രാൻസ്വേഴ്സ് വെലോസിറ്റി, പാർട്ടിക്കിൾസിന്റെ ട്രാൻസ്വേഴ്സ് വെലോസിറ്റി ആണ് ഈ ഫംഗ്ഷൻ പറയുന്നത്. റൈറ്റ്, ഉദാഹരണത്തിന് സപ്പോസ് വി വാണ്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രാൻസ്വേഴ്സ് വെലോസിറ്റീസ് അറ്റ് t equal to 0. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രാൻസ്വേഴ്സ് വെലോസിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട്സ് ദ ട്രാൻസ്വേഴ്സ് വെലോസിറ്റി അറ്റ് ഈച്ച് പോയിന്റ്. റൈറ്റ്, ഓരോ പോയിന്റിലുള്ള ട്രാൻസ്വേഴ്സ് വെലോസിറ്റി എന്താണ്, ഇതിനാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രാൻസ്വേഴ്സ് വെലോസിറ്റീസ് എന്ന് പറയുന്നത്. വി ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ് അറ്റ് എ ടൈം t equal to 0. പെർട്ടിക്കുലർ ടൈമിൽ ട്രാൻസ്വേഴ്സ് വെലോസിറ്റീസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്, സ്പേസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത് നോക്കാം. റൈറ്റ്, ഇത് t equal to 0 എന്നുള്ള ടൈമിനെ കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. ദിസ് ഇസ് ദ പോയിന്റ് ഓഫ് ടൈം when the peak of the pulse is passing through the point x equal to 0. Right, peak of the pulse x equal to 0 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സമയമാണ് t equal to 0. റൈറ്റ്, അങ്ങനെയായിരുന്നു നമ്മുടെ ഇനീഷ്യലി നമ്മൾ കൺസിഡർ ചെയ്ത വേവ് ഫോം, അങ്ങനെയായിരുന്നു. ഓക്കെ,
So let's look at the distribution of transverse velocities. Okay. ഇപ്പോൾ t equal to 0, നമ്മൾ ഇപ്പോൾ കിട്ടിയ എക്സ്പ്രഷനിൽ t equal to 0 എന്നിട്ടാണെങ്കിൽ we get by of x, 0 is equal to t2 b cube vx divided by b square plus x square whole square. Okay. അതായത് ഈ എക്സ്പ്രഷൻ we had this vy of x, t is equal to 2b cube x minus vt multiplied by v divided by b square plus x minus vt square whole square. Right? ഇതായിരുന്നു നമുക്ക് കിട്ടിയ ട്രാൻസ്വേഴ്സ് വെലോസിറ്റി. Okay. ഇനി t equal to 0 എന്നതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ you get 2b cube xv, right? അതാണ് 2b cube xv divided by b square plus x whole square. Right? So that this is the distribution of transverse velocities at t equal to 0. Right? We can plot this. ഇത് x ന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഇത് ഈ x ന്റെ ഫംഗ്ഷൻ നമുക്ക് പ്ലോട്ട് ചെയ്യാം. Right? നമ്മൾ കാണുന്നത് x equal to 0 ൽ ട്രാൻസ്വേഴ്സ് വെലോസിറ്റി 0 ആണ്. X equal to 0, right? The transverse velocity is equal to 0. Right? അങ്ങനെ x ന്റെ ഓരോ വാല്യൂവിനും കറസ്പോണ്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് we can plot it. Okay. ഈ t equal to 0 എന്നുള്ള സമയത്തുള്ള വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 0 എന്നുള്ളതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ പീക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ വെലോസിറ്റി is നെഗറ്റീവ്, the transverse velocity is നെഗറ്റീവ്, അതായത് the displacement is negative. Right? In other words, the displacements are in the negative y direction. അപ്പോൾ നമ്മൾ ആ ചിത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത് കണ്ടു. This is the waveform at time t equal to 0. This is the waveform at a slightly later time. Right? അപ്പോൾ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ്സ് നമ്മൾ നേരത്തെ കണ്ട പോലെ ഇറ്റ്സ് ടുവേർഡ്സ് ദ മൈനസ് y direction. Right? അതേസമയം നമ്മൾ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ we see that the transverse velocity is positive, right? Or the displacements are in the positive y direction. Right? അപ്പോൾ ഈ വെലോസിറ്റി പ്രൊഫൈൽ കാരണം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാരണം വേവ് മുന്നോട്ട് നീങ്ങുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ. നമ്മൾ പീക്ക് നോക്കുകയാണെങ്കിൽ ഈ പീക്കിന്റെ പോയിന്റിലുള്ള ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ദ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് കറസ്പോണ്ടിങ് ടു ദ പീക്ക് ഇസ് 0. റൈറ്റ്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ the velocity distribution itself moves with the pulse. നമ്മൾ എഴുതിയത് vy of x, t എന്നുള്ളതാണ്. Right? This moves with the pulse. Right? The condition vy equal to 0 is always satisfied at the peak of the pulse. Right? അതായത് ഈ പോയിന്റ് നോക്കുകയാണെങ്കിൽ vy transverse velocity is 0, right? And then at this point the transverse velocity is 0. Okay? So if you are traveling with the peak, then the transverse velocity is always 0. Right? Corresponding to the peak. This condition vy equal to 0 is always satisfied with the at the peak of the pulse. Okay. ഇനി വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ പൾസിന്റെ ഒപ്പം തന്നെ മൂവ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു. റൈറ്റ്. ഈ കാര്യം നോക്കണമെങ്കിൽ വെലോസിറ്റിയുടെ ഫോം നോക്കിയാൽ മതി. റൈറ്റ്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫോം ഓഫ് ദ വെലോസിറ്റി. ദ ട്രാൻസ്വേഴ്സ് വെലോസിറ്റി vy of x, t is equal to 2b cube x minus vt multiplied by v divided by നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്താണ് ഡിവൈഡ് ബൈ ബി സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വി ടി ഹോൾ സ്ക്വയർ. റൈറ്റ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ എക്സിലും ടിയിലുള്ള ഡിപ്പെൻഡൻസ് വരുന്നത് എക്സ് മൈനസ് വി ടി എന്നുള്ള ഫോമിൽ തന്നെയാണ്. എക്സ് മൈനസ് വി ടി എന്ന ഫോമിൽ മാത്രമാണ്. Right? So this also corresponds to some sort of a waveform that's traveling in the positive x direction. Positive x directionil travel ചെയ്യുന്ന ഒരു waveform തന്നെയാണ് ഇതിനുള്ളത്. Okay, so we see that the velocity distribution is also moving along with the pulse. Right? അപ്പോൾ നമ്മൾ transverse velocity ആണ് കണ്ടത്. Right? Now there is actually an intimate connection between the transverse velocity and the slope of the pulse profile. Pulse profile ന്റെ സ്ലോപ്പും ട്രാൻസ്വേഴ്സ് വെലോസിറ്റിയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. റൈറ്റ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇൻസ്റ്റന്റേനിയസ് പിക്ചർ നോക്കാം. ഒരു പൾസിന്റെ ഇൻസ്റ്റന്റേനിയസ് പിക്ചർ നോക്കാം. റൈറ്റ്. അപ്പോൾ ലെറ്റ്സ് സേ ദാറ്റ് എ സ്മോൾ പോർഷൻ ഓഫ് ഇറ്റ് ഇസ് എലോങ് ദ സ്ട്രെയിറ്റ് ലൈൻ എ ബി. ചിത്രത്തിൽ നമ്മൾ നോക്കുകയാണ്. അത് പൾസ് പ്രൊഫൈലിന്റെ ഒരു ചെറിയ ഭാഗമാണ്. ലെറ്റ്സ് സേ ദാറ്റ് ഇറ്റ്സ് എലോങ് ദ ലൈൻ എ ബി. ഓക്കെ. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് ഈ ലൈനിന്റെ റൈറ്റ് ഈ എ ബി എന്നുള്ള ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റൈറ്റ്. ഇറ്റ്സ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. റൈറ്റ്. അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് a prime b divided by a prime. Right? So the slope can be measured to be a prime b divided by a prime. Okay. So we are looking at a small part of the pulse AB. Right? AB എന്നുള്ള ചെറിയൊരു പാർട്ട് പൾസിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ നോക്കുന്നത്.
റൈറ്റ്. നമുക്കറിയാം ഇത് മൂവ് ചെയ്യുന്ന പൾസാണ്, റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന പൾസാണ്. അങ്ങനെയാണെങ്കിൽ ഈ പൾസിന്റെ ഈ പോർഷൻ റൈറ്റ് ദിസ് വിൽ മൂവ് ടുവേർഡ്സ് ദ റൈറ്റ്, ദിസ് വിൽ മൂവ് ടുവേർഡ്സ് ദ റൈറ്റ്. റൈറ്റ്, ഈ എ ബി എന്നുള്ള പോർഷൻ ഡെൽറ്റ ടി എന്നുള്ള സമയം കൊണ്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. റൈറ്റ്, സോ ദിസ് ഇസ് ദ പൾസ്, ദിസ് ഇസ് ദ പോർഷൻ ഓഫ് ദ പൾസ് ആഫ്റ്റർ എ ടൈം ഡെൽറ്റ ടി. റൈറ്റ്, ഇത് ദിസ് ഇസ് അറ്റ് സം ടൈം ടി, ദിസ് ഇസ് അറ്റ് സം ടൈം ടി പ്ലസ് ഡെൽറ്റ ടി. റൈറ്റ്, അതായത് വേവ് ഫോം മൂവ് ചെയ്യുന്ന സമയത്ത് വേവിന്റെ ഈ പെർട്ടിക്കുലർ ഭാഗം ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. റൈറ്റ്, അപ്പൊ അതിന്റെ ഷേപ്പും കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ദിസ് ലൈൻ നമ്മൾ ഈ എ ബി എന്നുള്ള ലൈൻ എക്സാക്ട്ലി എ പ്രൈം ബി പ്രൈം എന്ന ലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തെന്ന് അറിയാം. ദിസ് ഇസ് ദ വേവ് വെലോസിറ്റി, ഇതിനെ നമ്മൾ വി എന്ന് പറയുന്നത്. വേവ് വെലോസിറ്റി വി ആണെങ്കിൽ ദിസ് ഡിസ്റ്റൻസ് ട്രാവൽ വുഡ് ബി വി മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ ടി, വി മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ ടി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇതിൽ എല്ലാ പോയിന്റും ഒരേ സ്പീഡ് വെച്ചാണ് ഒരേ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഈ പോയിന്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും വി മൾട്ടിപ്ലൈഡ് ബൈ ഡെൽറ്റ ടി ആണ്. Okay, or we can say that v multiplied by delta t is equal to a prime, or delta t is equal to a prime divided by v. Delta t എന്നുള്ളതിനെ a prime divided by v എന്ന് നമുക്ക് എഴുതാം. Right, what is v? v is the velocity with which the pulse travels. Right, ഇത് x ഡയറക്ഷനുള്ള വെലോസിറ്റി ആണ്, പൾസ് x ഡയറക്ഷൻ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ആണ് v എന്ന് പറയുന്നത്. Okay, ഇനി ഈ മൂവ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ പാർട്ടിക്കിൾസിന്റെ ഡിസ്പ്ലേസ്മെന്റ്സ് നോക്കാം. മീഡിയത്തിന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ്, അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് പി എന്നുള്ള ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രം ഫോക്കസ് ചെയ്യാം. ഒരു സ്ട്രിങ്ങിലെ വേവ് ഫോം ആവാം. റൈറ്റ്, ഈ സ്ട്രിങ്ങിന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യാണ്. റൈറ്റ്, ഇതാണ് ഇനീഷ്യൽ ടൈമിലുള്ള വേവ് ഫോമിന്റെ പോർഷൻ. വേവ് ഫോമിന്റെ അല്ലെങ്കിൽ ആ പൾസിന്റെ ഒരു ചെറിയ ഭാഗമാണ് എ ബി എന്ന് പറയുന്നത്. ഇനീഷ്യൽ ടൈമിലുള്ള ഇതാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ഈ ഭാഗത്തിന് മാത്രം കറസ്പോണ്ട് ചെയ്യുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെയാണ്, പി ബി ആണ്. ഇതിന് കറസ്പോണ്ട് ചെയ്യുന്ന മിനിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. വി ആർ ലുക്കിംഗ് ഓൺലി അറ്റ് ദിസ് പോർഷൻ. എൻ്റയർ വേവിനെ കുറിച്ചല്ല പറയുന്നത്, വേവിന്റെ ചെറിയൊരു ഭാഗത്തെ കുറിച്ച് മാത്രമാണ്. ഇനി ഈ വേവ് ഫോം ഇവിടുന്ന് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തു. ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് ഹിയർ. അപ്പൊ എന്തായി, പി എന്നുള്ള പോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റ് പി എ പ്രൈം ആണ്. ദിസ് ഇസ് അറ്റ് ടി പ്ലസ് ഡെൽറ്റ ടി. അതേസമയം ടി എന്നുള്ള സമയത്തോ പി എന്നുള്ള പോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റ് പി ബി ആയിരുന്നു. ഡിസ്പ്ലേസ്മെന്റ് വാസ് ദിസ് ലെങ്ത് പി ബി. അതായത് ഈ വേവിന്റെ ഈ ഭാഗം, ഈ ഒരു പോർഷൻ റൈറ്റിലേക്ക് മൂവ് ചെയ്ത് പോയപ്പോൾ ഈ പോയിന്റിൽ എന്താ സംഭവിച്ചത്? ദ ഡിസ്പ്ലേസ്മെന്റ് ഗോസ് ഫ്രം പി ബി ടു പി എ പ്രൈം. പി ബിയിൽ നിന്ന് പി എ പ്രൈമിലേക്ക് ചേഞ്ച് ചെയ്യാണ്. So we can say that the transverse displacement changes from PB to PA prime as the pulse passed by. Okay, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് y ഡയറക്ഷനിലാണ്. because y ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിക്രീസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. so the displacement is along the negative y direction. അതായത് ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് a prime b ആണ്, and ഡയറക്ഷൻ is towards the minus y direction. അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനെ വെറുതെ മൈനസ് എ പ്രൈം ബി എന്ന് എഴുതാം. മൈനസ് ഗിവ്സ് ദ ഡയറക്ഷൻ ആൻഡ് എ പ്രൈം ബി ഗിവ്സ് ദ മാഗ്നിറ്റ്യൂഡ്. ബിക്കോസ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ വെക്ടർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രാൻസ്വേഴ്സ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ട്രാൻസ്വേഴ്സ് വെലോസിറ്റി കാൽക്കുലേറ്റ് നമുക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതായത് മൈനസ് എ പ്രൈം ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. കാരണം ഡെൽറ്റ ടി എന്നുള്ള സമയമാണ് എടുത്തത്. ഇനി ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു എ പ്രൈം ഡിവൈഡഡ് ബൈ വി എന്നുള്ള ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് എ പ്രൈം ബി ഡിവൈഡഡ് ബൈ എ പ്രൈം മൾട്ടിപ്ലൈഡ് ബൈ വി. അല്ലെങ്കിൽ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് മൈനസ് വി എ പ്രൈം ബി ഡിവൈഡഡ് ബൈ എ പ്രൈം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ലിമിറ്റിംഗ് കേസ് എടുക്കുകയാണെങ്കിൽ ഇഫ് യു ടേക്ക് ദ ലിമിറ്റ് യു ഗെറ്റ് ദ ട്രാൻസ്വേഴ്സ് വെലോസിറ്റി. ഇതൊരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡെൽറ്റ ടി. ഇഫ് യു ടേക്ക് ദ ഇൻഫിനിറ്റെസിമൽ displacement, if you go to the limit, then you will get the corresponding velocity. So ഇവിടെ ലിമിറ്റ് എടുക്കുന്ന സമയത്ത് this will become vy. This will become vy. Okay, so let's do that. So we got minus a prime b divided by delta t is equal to minus v a prime b divided by a prime. Okay, ഇനി ഇത് നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ടേംസിൽ എഴുതാം. we just have to take the limit. ഉദാഹരണത്തിന് ഇവിടെ a prime b divided by a prime. ഇത് നോക്കുകയാണെങ്കിൽ in the limit this becomes the partial derivative of y, this delta y and this delta x. So this becomes the partial derivative of y with respect to x. Okay, അതുപോലെ ഈ minus a prime b divided by delta t. Alright, so this is the y component of velocity, the displacement by time. minus a prime b എന്ന് പറയുന്നത്
right? Minus a prime b. It's this thing. So this y component of velocity or the transverse velocity, we'll write this as vy. Okay? Transverse displacement per unit time. In vy, we just take the limit and this becomes vy. So we get vy is equal to minus v partial derivative of y with respect to x. Okay. Again, this vy can be written as partial derivative of y with respect to t. Vy എന്ന് പറയുന്നത് it's a partial derivative of y with respect to t. Alright, നമ്മൾ fixed value of x ലാണ് നോക്കുന്നത്. Right, so this is partial derivative of y with respect to t. Okay, so we get this relation partial derivative of y with respect to t is equal to minus v multiplied by partial derivative of y with respect to x. Okay, so we come to this result. The transverse velocity at any point is directly proportional to the slope of the pulse profile at that point. Right? ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള transverse velocity എന്ന് പറയുന്നത്, right, dou y by dou t. This is directly proportional to the slope of the pulse profile at that point. Right? A constant of proportionality ഇവിടെ minus v ആണ് എന്ന് മാത്രം. Right? ഇനി v equal to dou x by dou t എന്ന് എഴുതുകയാണെങ്കിൽ ഈ റിലേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. vy is equal to dou y by dou t which is equal to minus dou y by dou x multiplied by dou x by dou t. Alright? അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഈ ഫോമിൽ എഴുതാം. We can write this also as dou y by dou t plus dou y by dou x by dou t is equal to 0. Alright? നമ്മൾ യൂഷ്വലി നോക്കുകയാണെങ്കിൽ y is a function of x and t. Okay, നമ്മൾ actually dy by dt എടുക്കുകയാണെങ്കിൽ if you want the time derivative of y, if you want the time derivative of y, ഈ ടൈം ഡെറിവേറ്റീവ് അല്ലെങ്കിൽ വൈയിലുള്ള ചേഞ്ച് രണ്ട് വഴിക്ക് വരാം. ഒന്ന് എക്സ് ടൈമിൽ ചേഞ്ച് ചെയ്യുന്ന കാരണം വൈ ചേഞ്ച് ചെയ്യാം, പിന്നെ ടൈം ചേഞ്ച് ചെയ്യുന്ന കാരണം വൈ ചേഞ്ച് ചെയ്യാം. റൈറ്റ്, ഈ ടൈം ഡിപെൻഡൻസ് നമ്മൾ എക്സ്പ്ലിസിറ്റ് ഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് ആൻ എക്സ്പ്ലിസിറ്റ് ഡിപെൻഡൻസ്. Right, but it also implicitly depends on time because x is a function of time. Right, അപ്പോൾ വൈയുടെ ചേഞ്ച് ടോട്ടൽ ഡെറിവേറ്റീവ് വൈയുടെ ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് രണ്ട് വഴിക്ക് വരാം. ഒന്ന് ഈ ടൈം ചേഞ്ച് ചെയ്യുന്ന കാരണം ബിക്കോസ് ഓഫ് ദിസ് എക്സ്പ്ലിസിറ്റ് ഡിപെൻഡൻസ് ആൻഡ് ഓൾസോ ബിക്കോസ് ഓഫ് ദിസ് ഇംപ്ലിസിറ്റ് ഡിപെൻഡൻസ്. റൈറ്റ്, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പ്ലിസിറ്റ് ഡിപെൻഡൻസ് ആയിരുന്നുള്ള ചേഞ്ചിനെ യു ക്യാൻ സിംപ്ലി റൈറ്റ് as dou y by dou t. ഓക്കെ, പ്ലസ് ഇനി എക്സ് ചേഞ്ച് ചെയ്യുന്ന കാരണം വൈ ചേഞ്ച് ചെയ്യാം, അതാണ് dou y by dou x. റൈറ്റ്, അതുപോലെ എക്സ് ടൈമിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ദാറ്റ്സ് dou x by dou t. റൈറ്റ്, അപ്പോൾ ഈ ടേം പറഞ്ഞു തരുന്നത് ദിസ് ഇസ് ദ ചേഞ്ച് ഇൻ y വിത്ത് റെസ്പെക്ട് ടു ടൈം ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് എക്സ് ടൈമിൽ ചേഞ്ച് ചെയ്യുന്നത് കാരണം വൈക്ക് ടൈമിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ഈ ടേം പറഞ്ഞു തരുന്നത്. റൈറ്റ്, സോ ഇവിടെ നമുക്കുള്ളത് ആക്ച്വലി dy by dt ആണ്. സോ ദിസ് ആക്ച്വലി മീൻസ് ദാറ്റ് dy by dt is equal to 0. Right, and what does this mean? How do we interpret this? Right, let's see. Let's look into it more carefully. Okay, so what we have here is a special case of a more general kind of situation in which some quantity y is a function of both position and time. Right, so it may vary from place to place. As position change ചെയ്യുന്ന കാരണം y change ചെയ്യാം at a given instant, and it may vary with time at a given place. Right, ഉദാഹരണത്തിന് we are looking at two successive observations of y. അതായത് ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ്സിന്റെ സക്സസീവ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് എടുക്കുകയാണ്. റൈറ്റ്, അതായത് ദിസ് ഒബ്സർവേഷൻസ് ആർ സെപ്പറേറ്റഡ് ബൈ എ ടൈം ഡെൽറ്റ ടി. റൈറ്റ്, അതായത് ആദ്യത്തെ ഒബ്സർവേഷൻ ടി എന്ന സമയത്ത് എടുത്തു, വി ഫൗണ്ട് ദ വൈ ഓർ ദ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ്. റൈറ്റ്, ആൻഡ് ദെൻ വി ഗോട്ട് ദ നെക്സ്റ്റ്, വി മെഷർഡ് ദ നെക്സ്റ്റ് ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എ ടൈം ടി പ്ലസ് ഡെൽറ്റ ടി. റൈറ്റ്, ടി എന്ന സമയത്ത് ടി പ്ലസ് ഡെൽറ്റ ടി എന്ന സമയത്ത് നമ്മൾ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ്സ് എടുക്കുകയാണ്. റൈറ്റ്, അതും ഒരേ പോയിന്റിലല്ല നമ്മൾ എടുക്കുന്നത്. വി ആർ ലുക്കിംഗ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് സെപ്പറേറ്റഡ് ബൈ ഡെൽറ്റ എക്സ്. റൈറ്റ്, അത് രണ്ട് ഡിഫറെന്റ് പോയിന്റിൽ രണ്ട് ഡിഫറെന്റ് ടൈംസിലാണ് നമ്മൾ ഈ ഒബ്സർവേഷൻസ് നടത്തുന്നത്, ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ്സ് മെഷർ ചെയ്യുന്നത്. റൈറ്റ്, അപ്പോൾ ഇതിലുള്ള വേരിയേഷൻ എന്ന് പറയുന്നത്, റൈറ്റ്, ആദ്യത്തെ വാല്യൂ ഓഫ് വൈയും രണ്ടാമത്തെ വാല്യൂ ഓഫ് വൈയും തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഡെൽറ്റ വൈ എന്ന് എഴുതാം. ഓക്കെ, ഡെൽറ്റ വൈ ഇസ് എക്സ്പ്രസ്ഡ് ലൈക്ക് ദിസ്, ഇറ്റ്സ് dou y by dou t multiplied by delta t. കാരണം this gives the rate of change of y with time. Okay, അത് യൂണിറ്റ് ടൈമിൽ y എത്ര ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് പറഞ്ഞു തരുന്നത്. Right, so you have to multiply it with the corresponding time interval. Right, you have one more term dou y by dou x multiplied by delta x. Right, ഒരു യൂണിറ്റ് ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ y എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നുള്ളതാണ് ഈ dou y by dou x പറഞ്ഞു തരുന്നത്. So you have to multiply it with the distance moved. Right, ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് overall change of y കാൽക്കുലേറ്റ് ചെയ്യാം. Delta y by delta t, the overall rate of change of y or the overall time derivative of y. Right, അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ, this would be dou y by dou t plus dou y by dou x delta x by delta t. ഇനി നമ്മൾ
limit എടുക്കുകയാണെങ്കിൽ this is dy by dt is equal to dou y by dou t plus dou y by dou x. Delta x by delta t എന്നുള്ളതിനെ നമുക്ക് dou x by dou t എന്ന് എഴുതാം in the limit, or we can write it as v. Okay, so we get this result dy by dt is equal to dou y by dou t plus v dou y by dou x. All right. So we have the result. The overall time derivative of y is equal to the partial time derivative of y plus v multiplied by the partial derivative of y with respect to x. Right? ഇതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം. d by dt of y is equal to dou by dou t plus v dou by dou x. Right? Acting on y of x comma t. Right? ഇങ്ങനെ ഫംഗ്ഷനിൽ ആക്ട് ചെയ്തിട്ട് അതിനെ ചേഞ്ച് ചെയ്യുന്ന ഒബ്ജക്ട്സ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കും. This is a differential operator, and this particular differential operator is called the convective derivative. ഇതിനൊരു specific name ഉണ്ട്. This is called the convective derivative. Okay? The convective derivative, alright, it gives a way of obtaining the time rate of change of y if one's point of observation is being moved along at some defined velocity. Right? For example, through the bodily movement of a fluid. അപ്പോൾ fluid mechanics ലൊക്കെ നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു ഓപ്പറേറ്റർ ആണ് ഈ convective derivative എന്ന് പറയുന്നത്. Right? So it's like finding the derivative, the overall derivative of y, right, while moving at a speed v. v എന്നുള്ള ഒരു സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ട് overall derivative കണ്ടുപിടിക്കുകയാണെങ്കിൽ we can write it using this convective derivative. All right. അപ്പോൾ ഉദാഹരണത്തിന്, see, there's a nice example to explain this. All right, suppose you are driving a car. All right, so you are driving a car with a speed v. Okay, അപ്പോൾ അങ്ങനെ ഒരു ജംഗ്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. Suppose we are moving towards a junction. All right, ജംഗ്ഷനിൽ ട്രാഫിക് ലൈറ്റ് ആണ് അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. There will be a lot of cars. Right, ഇപ്പോൾ കാറിന്റെ എത്ര കാർ ഉണ്ട് എന്ന് പറയാം. Let's define this quantity, the number density of cars. All right, let's talk about the number density of cars. Number density of cars. ഈ ഫംഗ്ഷൻ നമുക്ക് വെറുതെ n എന്ന് എഴുതാം. All right. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ മൂവ്മെന്റ് കാരണം നമ്മുടെ ചുറ്റുമുള്ള കാറുകളുടെ നമ്പർ ഡെൻസിറ്റി കൂടുന്നതായിട്ട് കാണാൻ കഴിയും. അത് എവിടെയാണ് കൂടുതൽ കാറുകൾ ഉള്ളത്, റൈറ്റ്, അല്ലെങ്കിൽ കൂടുതൽ വെഹിക്കിൾസ് ഉള്ളത്. വി ആർ ഡ്രൈവിംഗ് ടുവേർഡ്സ് ദിസ് പോയിന്റ്. റൈറ്റ്, നമ്മൾ ഈ പോയിന്റിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ പോയിന്റിനോട് നമ്മൾ അടുക്കും തോറും നമ്മുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മുടെ വ്യൂ പോയിന്റിലുള്ള നമ്പർ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. റൈറ്റ്, ഈ ഇൻക്രീസിനെ നമുക്ക് വി dou n by dou x എന്ന് കണക്കാക്കാം, എഴുതാം. Right? We are moving along the x direction. Suppose this is the x direction. Right? അപ്പോൾ ഈ ചേഞ്ചിനെയാണ് v dou n by dou x എന്ന് പറയുന്നത്. Right? This is the change in the number density of cars because of our movement. Right? ഇനി ഇതല്ലാതെ നമ്മൾ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിലും, റൈറ്റ്, നമ്മുടെ മൂവ്മെന്റ് കാരണം അല്ലാതെ എല്ലാ ഭാഗത്തുനിന്നും ഈ പോയിന്റിലേക്ക് കാറുകളും മറ്റു വാഹനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റൈറ്റ്, ഇത് കാരണമുള്ള ചേഞ്ചിനെയാണ് നമ്മൾ dou n by dou t എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് ടോട്ടൽ അല്ലെങ്കിൽ ഓവറോൾ ടൈം ഡെറിവേറ്റീവ് കിട്ടുന്നത്. റൈറ്റ്, ഓവറോൾ ടൈം ഡെറിവേറ്റീവ് ഫ്രം അവർ വ്യൂ പോയിന്റ്. റൈറ്റ്, അതായത് ഇതിൽ രണ്ട് ഫാക്ടർ ഉണ്ട്. ഇതിന്റെ ഓവറോൾ ടൈം ഡെറിവേറ്റീവ്, നമ്പർ ഡെൻസിറ്റിയുടെ ഓവറോൾ ടൈം ഡെറിവേറ്റീവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. റൈറ്റ്, ഒന്ന് ആ പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാറുകൾ. റൈറ്റ്, വി ആർ ഫോക്കസിങ് അറ്റ് ദാറ്റ് പോയിന്റ്, ആൻഡ് കാറുകളോ ബാക്കി വാഹനങ്ങളോ, റൈറ്റ്, ആ പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ. മറ്റൊന്ന്, നമ്മൾ ആ പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നതാണ് നമ്മുടെ വ്യൂ പോയിന്റിൽ ഉണ്ടാകുന്ന നമ്പർ ഡെൻസിറ്റിയിലുള്ള ചേഞ്ച്. റൈറ്റ്, ഇത് രണ്ടും കൂടിയിട്ടാണ് ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഓവറോൾ ടൈം ഡെറിവേറ്റീവ് നമുക്ക് കിട്ടുന്നത്. റൈറ്റ്, അപ്പോൾ ഈ ഡോ ബൈ ഡോ ടി പ്ലസ് വി ഡോ ബൈ ഡോ എക്സ് എന്നുള്ളതിനെ കൺവെക്റ്റീവ് ഡെറിവേറ്റീവ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. റൈറ്റ്, ഇനി നമുക്ക് നേരത്തെ കിട്ടിയ ഈ ഇക്വേഷനിൽ dy by dt ഈക്വൽ ടു 0 എന്ന് എഴുതുകയാണ്. റൈറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇഫ് യു സെറ്റ് dy by dt is equal to 0. റൈറ്റ്, ഇതിന്റെ മീനിങ് ഇതാണ്. Right? We are fixing attention on a particular value of y, a particular value of displacement. Right? ഈ രീതിയിലാണ് നമ്മൾ ഇത്ര സമയം ചെയ്തിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ഇപ്പോൾ ഒരു വേവ് പ്രൊഫൈലിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ്. റൈറ്റ്, ഈ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് ടൈമിലും സ്പേസിലും ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. Right? We are fixing a particular value of displacement. Right? This means that dy by dt is equal to 0. Right? അതായത് we are looking at the motion of a point of given displacement in an arbitrary pulse profile. Right? ഒരു given displacementന്റെ ചേഞ്ച് ആണ് നമ്മൾ നോക്കുന്നത്. Right? So that displacement, നമ്മൾ നോക്കുന്ന displacement itself is not changing with time. Right? അതായത് ഈ കണ്ടീഷൻ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ we can put dy by dt equal to 0. The overall time derivative is 0, which means that dou y by dou t is equal to minus v
dou y by dou x. Right? ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത്. Right? ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ആക്ച്വലി ഈ ഇക്വേഷനിൽ കണ്ടത്. ഓക്കെ, ഇനി ഒരു പോയിന്റും കൂടെ ഉണ്ട്. നമ്മൾ ജനറൽ സൊല്യൂഷൻസ് എഴുതി, അതായത് h of x minus vt. I think we wrote it as f of x minus vt and let's say g of x plus vt. Alright, ഇത് രണ്ടും വേവ് സൊല്യൂഷൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. Alright, these correspond to traveling waves. ഇനി ഇത് വേവ്സിന് കറസ്പോണ്ട് ചെയ്യുന്ന സൊല്യൂഷൻസ് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. Alright, അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് ലെക്ചറിൽ നമ്മളിത് ചെക്ക് ചെയ്തതാണ്. So I leave it as an exercise for you to check this. Alright, so the exercise is to show that f of x minus vt, for example, right, ഏത് ഫംഗ്ഷൻ ആണെന്നുള്ള ഇമ്പോർട്ടൻ്റ് അല്ല, some function of x minus vt, this satisfies or this obeys the classical wave equation. Right, so I leave that as an exercise. We have already done it in our first class, right, and the steps already slides il kodutittundu, right, so please try to do that classical wave equation. Okay, so you can find the detailed steps in your slides, and in the end we'll indeed see that these types of functions indeed obey the classical wave equation. Okay, all right. So നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻഡിവിജ്വൽ പൾസസിന്റെ ബിഹേവിയറിനെ കുറിച്ചാണ്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നത്, ഇഫ് ദർ ആർ ടു പൾസസ്, റൈറ്റ്, വിച്ച് ആർ ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ഈ രീതിയിൽ നമ്മൾ നോക്കുന്ന രണ്ട് പൾസസ് ഉണ്ടെന്ന് വരുന്നത്, വിച്ച് ആർ ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. റൈറ്റ്, വി ക്യാൻ സീ ദാറ്റ് these pulses will pass right through each other, right, and emerge from the encounter with their separate identities. Right, ഇത് ബേസിക്കലി പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ തന്നെയാണ്. ഈ വേവ്സ് ഒരു സ്ട്രിങ്ങിൽ തന്നെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു വേവും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഈ ടൈപ്പിലുള്ള വേവും വരുന്നുണ്ടെന്നായിരുന്നു, ഒരു പൾസും വരുന്നുണ്ടെന്നായിരുന്നു. റൈറ്റ്, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ they will they will collide, right, and then they will emerge from the encounter, right, the interaction. You can think of it as some sort of interaction. Right? പക്ഷെ interactionന്റെ പോയിന്റ് കഴിയുമ്പോൾ and again they will preserve their separate identities. Right? This thing also can be seen from our analysis. അപ്പോൾ അതിന്റെ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനീഷ്യലി രണ്ട് പൾസസ് മൂവ് ചെയ്യുന്നുണ്ട് ഒരേ സ്പീഡിലാണ്, ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. റൈറ്റ്, വൺ പൾസ് ഇസ് മൂവിങ് ടുവേർഡ്സ് ദ റൈറ്റ് ആൻഡ് അനദർ വൺ ടുവേർഡ്സ് ദ ലെഫ്റ്റ്. റൈറ്റ്, ഇത് ഈ പോയിന്റിൽ ഇത് ഇന്റർസെക്റ്റ് ആയി, they are meeting at this point. All right, for a moment the resultant displacement is 0. കാരണം ഇത് ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യുക, അല്ലെങ്കിൽ ട്രഫും ഒരു ക്രസ്റ്റും ഒരു ട്രഫും ആണ്. റൈറ്റ്, അപ്പോൾ ഡിസ്ട്രക്റ്റീവ്ലി ഇന്റർഫിയർ ചെയ്യും. So for a moment there is no displacement on the string. All right, and then the next moment we'll see the two pulses emerging out from this. അതായത് ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇങ്ങനെയുള്ള രണ്ട് പൾസസ് വീണ്ടും അതിൽ നിന്ന് എമർജ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ കഴിയും. റൈറ്റ്, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കേസസ് ആണ്, there are two symmetrical pulses which are traveling in opposite directions. They are exactly alike except that one is positive and the other one is negative. Right, the direction of movement is positive for one pulse and negative for the other. Okay, so as we said, when they pass through each other, there comes a moment at which the whole spring or string is straight. അതായത് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാത്ത ഒരു മൊമെന്റ് ഉണ്ട്. It is as if the pulses had annihilated each other. Right, കണ്ടു കഴിഞ്ഞാൽ തോന്നും ഈ പൾസസ് തമ്മിൽ പരസ്പരം അനിഹിലേറ്റ് ചെയ്തു എന്ന്. Right, at that moment they have, in a sense, right, in the sense that the total displacement at that moment is 0. Okay, പക്ഷെ നമ്മൾ പൾസസ് നമ്മളിത് കണ്ടിട്ടില്ല, but we know that these pulses are carrying energy. Right, energy, positive amount of energy ആണ്, so they cannot be simply cancelled off, കാരണം we have got this conservation of energy and all that. Right, അപ്പോൾ ഈ എനർജി പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്യാൻ കഴിയില്ല. Right, അപ്പോൾ അതുകൊണ്ട് തന്നെ we should expect that the pulse will reappear. Okay, അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ അതിന്റെ സീറോ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. ആ സീറോ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്ന സമയത്ത് ഈ പൾസസിന്റെ ഫോമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, റൈറ്റ്, ഇതിന്റെ ഫോമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എവിടെയാണ് ഹിഡൻ ആയിരുന്നത്. റൈറ്റ്, ബിക്കോസ് അറ്റ് ദാറ്റ് മൊമെന്റ് there was no displacement. Right, and then immediately two pulses emerge out of it. Right, ഈ സീറോ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള സമയത്ത് ഈ പൾസസിന്റെ ഫോമിനെ കുറിച്ചും അതുപോലെ ഇതിന്റെ എനർജിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഏത് ഫീച്ചറിലാണ്, റൈറ്റ്, അല്ലെങ്കിൽ ഏത് പാരാമീറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, അത് എവിടെയാണ് ഹിഡൻ ആയിരിക്കുന്നത്. Right, so what is it that preserves the memory of them through the stage of zero displacement, so that they are recovered intact in their original form? Where is this information hidden? Right, that's the question, and the answer is
simple. It's the velocity of the different parts of the system. System different parts in the velocity we can see that this particular information is hidden in the velocity. Okay. So what do we mean when we say that this information is hidden in the velocity, in the transverse velocity, for example? All right. അതായത് zero transverse deformation, right? Zero displacement ഉള്ള ആ ഒരു പോയിന്റിലും there's a distribution of transverse velocities. Okay, അപ്പോൾ ഈ രണ്ട് സൂപ്പർപോസ്ഡ് പൾസസിന്റെ ട്രാൻസ്വേഴ്സ് വെലോസിറ്റീസ് ഉണ്ട്, അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അപ്പോഴും ഉണ്ട്. ദാറ്റ് ഡസ് നോട്ട് ഡിസപ്പിയർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വെലോസിറ്റി നോക്കുകയാണെങ്കിൽ ദ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സിമെട്രിക്കൽ പോസിറ്റീവ് പൾസ് ട്രാവലിംഗ് ടുവേർഡ്സ് ദ റൈറ്റ് ഈസ് എക്സാക്ട്ലി ദ സെയിം ആസ് ദാറ്റ് ഓഫ് എ സിമിലർ നെഗറ്റീവ് പൾസ് ട്രാവലിംഗ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്. അതായത് ഈ ട്രാൻസ്വേഴ്സ് വെലോസിറ്റീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് സിറ്റുവേഷനിലും എക്സാക്ട്ലി ഒരേ രീതിയിലാണ്. റൈറ്റ്, അത് നമ്മുടെ ഈ ഇക്വേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ട്രാൻസ്വേഴ്സ് വെലോസിറ്റി നമ്മൾ വി വൈ എന്നാണ് എഴുതിയത്. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വൈ ബൈ ഡോ എക്സ് ബൈ ഡോ ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള ഒരു പൾസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇത് ഡോ വൈ ബൈ ഡോ എക്സ് പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ പൾസ് നമ്മൾ പറഞ്ഞ റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്നാണ്. റൈറ്റ്, അതുപോലെ ഈ രീതിയിലുള്ള ഒരു പൾസ് ആണ് എടുക്കുന്നതെങ്കിൽ ഡോ വൈ ബൈ ഡോ എക്സ് ഇസ് നെഗറ്റീവ് ആൻഡ് ദിസ് പൾസ് വാസ് മൂവിങ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് with the same speed. Alright, അതായത് ഈ രണ്ട് പൾസിന് ഡോ വൈ ബൈ ഡോ എക്സിന്റെ സൈനും ഡിഫറെന്റ് ഓപ്പോസിറ്റ് ആണ്, ഡോ എക്സ് ബൈ ഡോ ടിയുടെ സൈനും ഓപ്പോസിറ്റ് ആണ്. ബട്ട് വെൻ വി ടേക്ക് ദ കോമ്പിനേഷൻ ഡോ വൈ ബൈ ഡോ എക്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡോ എക്സ് ബൈ ഡോ ടി, ദിസ് മൈനസ് സൈൻസ് വിൽ ക്യാൻസൽ ഓഫ്. Alright, അതായത് റിവേഴ്സിംഗ് ദ സൈൻ ഓഫ് ഡോ വൈ ബൈ ഡോ എക്സ് ആൻഡ് ഡോ എക്സ് ബൈ ഡോ ടി ലീവ്സ് വി വൈ അൺചേഞ്ച്ഡ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷന് മാറ്റമൊന്നും വരുന്നില്ല. വേറെ ഇത് പറഞ്ഞ ഇത് ഡിസ്പ്ലേസ്മെന്റ് സീറോ ആകുന്ന പോയിന്റിൽ ട്രാൻസ്വേഴ്സ് വെലോസിറ്റീസ് ആർ ആക്ച്വലി ഗെറ്റിംഗ് ആഡഡ് അപ്പ്. Okay, because they are in the same, they have the same sign at that point. So the transverse displacements cancel, but the transverse velocities add, and for this one instant the whole energy of the system resides in the kinetic energy associated with these velocities. Alright, അപ്പോൾ സ്ട്രിങ്ങിന്റെ ഡീഫോർമേഷൻ കാരണമുള്ള എനർജി അല്ല, റൈറ്റ്, മുഴുവൻ എനർജിയും ഇതിന്റെ കൈനറ്റിക് എനർജിയിലാണ് ഉള്ളത്. റൈറ്റ്, അത് വെലോസിറ്റീസിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഇഫ് യു സിംപ്ലി ലുക്ക് ദ പൊസിഷൻ, ഈ പ്രൊഫൈൽ പൊസിഷൻ അല്ലെങ്കിൽ ഇതിന്റെ കോൺഫിഗറേഷൻ നോക്കുന്നതിലൂടെ ഈ എനർജി നമുക്ക് മനസ്സിലാകാൻ കഴിയില്ല. അതായത് ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയിരിക്കുന്ന സമയത്തും ഇറ്റ് ഹാസ് സം എനർജി ആൻഡ് ഓൾ ഓഫ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് എനർജി. ഓക്കെ, സോ ദാറ്റ് എക്സ്പ്ലെയിൻസ് വൈ the energy is not zero even when we don't see any displacement of the string. Now it may be convenient for some purpose to assume simple geometric shapes for pulse profiles. So pulse ന്റെ പ്രൊഫൈലിനോട് പല ഷേപ്പ്, ഏത് ഷേപ്പ് വേണമെങ്കിലും ആകാന്നൊക്കെ പറഞ്ഞു. ഓൾറൈറ്റ്, അപ്പോൾ ചില കേസിൽ ഇങ്ങനെയുള്ള ഷേപ്സ് അസ്യൂം ചെയ്തത് കൺവീനിയന്റ് ആയിരിക്കും. ഓൾറൈറ്റ്, പക്ഷെ ഇങ്ങനെയുള്ള ഷേപ്സ് പലതും ഫിസിക്കൽ അല്ല. ഓൾറൈറ്റ്, ഓൾ ഓഫ് ദീസ് ഷേപ്സ് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്ന ഏതൊരു ഷേപ്പും ഫിസിക്കൽ ആയിട്ടുള്ള ഒരു വേവ് പൾസിനെ റെപ്രസെന്റ് ചെയ്തുകൊള്ളണം എന്നില്ല. ഓൾറൈറ്റ്, so we have to realize that such shapes are unphysical. Right, ഉദാഹരണത്തിന് റെക്ടാങ്കുലർ പൾസ് നമ്മൾ എടുക്കുകയാണെന്ന് കരുതുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് റിലേഷൻ വി വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വൈ ബൈ ഡോ എക്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡോ എക്സ് ബൈ ഡോ ടി. ഈ റിലേഷൻ എടുത്ത് നോക്കുക. ഓക്കെ, ഈ വെലോസിറ്റി ട്രാൻസ്വേഴ്സ് വെലോസിറ്റി വെർട്ടിക്കൽ സൈഡുമായിട്ട് കറസ്പോണ്ട് ചെയ്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഡോ വൈ ബൈ ഡോ എക്സ് ഇൻഫിനിറ്റ് ആണ്. Right, because there's a change in y corresponding to zero change in x. നമ്മൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എടുക്കുമ്പോൾ ഇവിടെ വൈയുടെ ചേഞ്ച് നോക്കുന്നത് ഇറ്റ് കറസ്പോണ്ട്സ് ടു സീറോ ചേഞ്ച് ഇൻ എക്സ്. Alright, so delta y by delta x is infinite. Alright, which means that the transverse velocities are infinitely great, and we don't have infinitely great velocities in our universe. Alright, അതുകൊണ്ട് ഇതൊരു ഫിസിക്കൽ ആയിട്ടുള്ള വേവ് പൾസ് അല്ല. അതുപോലെ ഷാർപ്പ് കോർണേഴ്സ് ഉണ്ടെങ്കിലും ഇതും ഫിസിക്കൽ ആയിട്ടുള്ള പൾസ് അല്ല. കാരണം ഡെറിവേറ്റീവ് ഈ പോയിന്റിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ഡെറിവേറ്റീവ് ഏതെങ്കിലും ഒരു കർവിന്റെ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ സൂം ഇൻ ചെയ്ത് അതിനൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കർവ് ഉണ്ട്, അതിന്റെ ഡെറിവേറ്റീവ്സ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്ലോപ്സ് എടുക്കണമെങ്കിൽ, ഉദാഹരണത്തിന് സ്ലോപ്സ് എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് ടാൻജന്റ് വരയ്ക്കാൻ കഴിയണം. വേറെ രീതിയിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റ് സൂം ഇൻ ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ അപ്രോക്സിമേഷൻ നമുക്ക് എടുക്കാൻ കഴിയണം. ആൻഡ് ദെൻ വി ക്യാൻ ഫൈൻഡ് ദ സ്ലോപ്പ്. ഓൺലി ദെൻ വി ക്യാൻ ഫൈൻഡ് ദ ട്രാൻസ്വേഴ്സ് വെലോസിറ്റീസ്. പക്ഷെ ഇങ്ങനെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ, ഈ രീതിയിലുള്ള ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇതിനെ എത്ര സൂം ചെയ്താലും നമുക്ക് ഇതിനൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അസ്യൂം ചെയ്യാൻ കഴിയില്ല, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണാൻ കഴിയില്ല. എത്ര സൂം ചെയ്താലും ഈ ഫോമിൽ തന്നെ ആയിരിക്കും അത് ഉണ്ടാകുക. പക്ഷെ സ്മൂത്ത് ആയിട്ടുള്ള കർവ്സ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് സൂം ചെയ്യുകയാണെങ്കിൽ we can zoom it more and more, and then we can approximate it as a straight line. This is not possible for such sharp corners. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഷാർപ്പ് കോർണേഴ്സും
പൾസിന്റെ കേസിൽ ഫിസിക്കൽ ആയിട്ടുള്ളത് അല്ല. Okay, so any pulse profile with sharp corners, right, implies discontinuous changes in transverse velocity, right, which in turn means that we'll have infinite accelerations requiring infinite forces, etc., and we don't have such infinities in our real physical world. Okay, അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു റിയൽ പൾസ് എടുക്കുകയാണെങ്കിലും it should have rounded corners and sloping sides. Okay, however exotic its shape may be otherwise. Alright, ഏത് രീതിയിലുള്ള ഷേപ്പ് ആണെങ്കിലും ഈ രീതിയിലുള്ള ഷാർപ്പ് കോർണേഴ്സ് ഉണ്ടാകാൻ പാടില്ല. Alright, you could think of a wave pulse like that. That's fine. Okay, we could think of a wave pulse like that as long as we don't have a sharp corner. ഷാർപ്പ് കോർണേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഡെറിവേറ്റീവ്സ് എടുക്കാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് ഫിസിക്കൽ ആയിട്ടുള്ള വേവ് പൾസ് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ റെക്ടാങ്കുലർ അല്ലെങ്കിൽ ട്രയാങ്കുലർ, ട്രപ്പിസോയിഡൽ ഇങ്ങനെയുള്ള വേവ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. വിൽ ഹാവ് വേവ് ഫോംസ് വിത്ത് സ്മൂത്ത് what is a rounded corners, right, rounded corners അതുപോലെ sloping sides. Okay, ഇങ്ങനെ vertical ആയിട്ടുള്ള സൈഡ്സും പോസിബിൾ അല്ല. These are also not physical. Okay, അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തത് മോഷൻ ഓഫ് വേവ് പൾസസ് ഓഫ് കോൺസ്റ്റന്റ് ഷേപ്പ്, കോൺസ്റ്റന്റ് ഷേപ്പിലുള്ള വേവ് പൾസസിന്റെ മൂവ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത്തരം വേവ് പൾസസ് ജനറലി റെപ്രസെന്റ് ചെയ്യുന്ന എഫ് ഓഫ് എക്സ് മൈനസ് വി ടി അല്ലെങ്കിൽ ജി ഓഫ് എക്സ് പ്ലസ് വി ടി എന്ന ഫോമിലുള്ള ഫംഗ്ഷൻസ് ആയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. ആ ഫോമിലുള്ള ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് നമ്മൾ കൺസിഡർ ചെയ്തു. റൈറ്റ്, അതുപോലെ ഇതിന്റെ ട്രാൻസ്വേഴ്സ് വെലോസിറ്റീസ്, വി ലുക്ക്ഡ് അറ്റ് ദ ട്രാൻസ്വേഴ്സ് വെലോസിറ്റീസ് വി വൈ ഇസ് ഈക്വൽ ടു ഡോ വൈ ബൈ ഡോ ടി. ഈ ട്രാൻസ്വേഴ്സ് വെലോസിറ്റിയും ഈ വേവ് പൾസിന്റെ സ്ലോപ്പും തമ്മിലുള്ള റിലേഷനും നമ്മൾ കണ്ടു. റൈറ്റ്, അതുപോലെ ഈ രീതിയിലുള്ള വേവ് പൾസസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, റൈറ്റ്, ഓപ്പോസിറ്റ് ഡിസ്പ്ലേസ്മെന്റ്സും ഓപ്പോസിറ്റ് വെലോസിറ്റീസും ഉള്ള വേവ് പൾസസ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. റൈറ്റ്, ആ കേസിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ട് വരുന്ന പോയിന്റിൽ എനർജി മുഴുവൻ കൈനറ്റിക് എനർജി ആയിട്ടാണ് ഉള്ളത്. റൈറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടത്. ഇൻ ദ എൻഡ് വി സോ ദാറ്റ് നമ്മൾ വേവ് പൾസസ് എടുക്കുകയാണെങ്കിൽ all sorts of wave pulses are not physical, right, only wave pulses with no corners or rounded corners and sloping sides. Okay, vertical sides, അങ്ങനെയുള്ള vertical sides ഇല്ലാതെ sloping sides അതുപോലെ rounded corners ഉള്ള wave pulses മാത്രമാണ് ഫിസിക്കൽ ആയിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. Right, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. With that, I'll conclude this session. Thank you.